പെണ്ണുങ്ങളെ തല്ലുന്നത് ഭയങ്കര നാണക്കേടാണ്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പറയടി, എവിടെയാ നീ അത് വെച്ചിരിക്കുന്നത്? പറയാ. അത് ശരി. ഈ കല്യാണം ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മനുഷ്യനെ വടിയാക്കുക. ഈ മനുഷ്യനും തമ്മിൽ ചില മാനുഷിക മൂല്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ച നിങ്ങൾ കരഞ്ഞു പറഞ്ഞപ്പോ ഞങ്ങൾ ആ കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ചു തന്നു. അല്ലാതെ നിങ്ങളെ നക്കാപ്പിച്ച് കണ്ടിട്ടൊന്നുമല്ല. അല്ല, നീ ആരാടാ മോനെ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ അതൊക്കെ പോട്ടെ മിസ്റ്റർ. നിങ്ങൾ എന്തിനാ വഴിയിൽ വെച്ച് ഞങ്ങളെ പിടിച്ച് തള്ളിയത്? എനിക്കാണ് തോന്നി. അങ്ങനെ തോന്നിയോ തള്ളുവോ? അങ്ങനെ ഞങ്ങൾ പിടിച്ചെന്ന പെണ്ണിനെ നിങ്ങൾ ഉപദ്രവിക്കണ്ട. ഞങ്ങളിപ്പോ പെണ്ണിനെ കൊണ്ടുപോവുക. പിന്നീട് നിങ്ങൾ പെണ്ണിനെ പിടിക്കുക, കല്യാണം കഴിക്കുക, പ്രാന്താശുപത്രി കൊണ്ടുപോയി എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തു നമ്മളെ. പറയുന്നൊക്കെ കാര്യമാണ്, പക്ഷെ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ? അതങ്ങനെയാടാ. മേത്തോട്ട് കളിക്കട്ടോ. കളിച്ചോ നീ എന്ത് ചെയ്യോടാ? കളിച്ചാലേ ഒന്നും അറിയാം. കത്തിയെടുക്കാനും ലൂസാക്കി തരണ്ടേ? എങ്ങനെയെങ്കിലും എടുക്ക്. പ്രൊഫസറെ ഒന്ന് കത്തിയെടുക്കുന്നു. നോക്കിക്കാണ്ട് ഞാനോ ഓട്ടങ്ങൾ അയ്യോ. ഈ കഥ കൊടുക്ക്. ഞാൻ ഇനി ഇവന് കിട്ടിയത് തന്നെ. ഞാൻ അടുപ്പിച്ചേരാം. ഇറങ്ങിക്കോളൂ. കല്ലുമുള്ളൊക്കെ ഉണ്ടാവും, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലല്ലേ. പക്ഷേ ദൈവത്തിന് പോലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്തൊരു സ്ഥല. കുത്തുമുറും കേസ് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ അല്ലേ ഒളിച്ചിരുന്നത്. കോരുട്ടി മുതലാളി എന്ന് പറഞ്ഞ ഒരാൾ കേട്ടില്ലേ? ഇല്ല. മൂപ്പരുടെ സ്ഥല. എന്റെ വലിയ ദോസ്താ. വരി. അയ്യോ, ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയി എന്തെങ്കിലും ഒരു വിളക്കും ഈ മുറുക്കി വെക്കാവുന്ന അത്യാവശ്യ മരുന്നുകളും എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനങ്ങളും സംഘടിപ്പിച്ച് ഉടനെ വരാം. ആ കത്തി കയ്യിൽ നിന്ന് പോയതാണ് ഇതിനൊക്കെ കാരണം. ഒരിടത്തിരുന്നോളൂ. നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല, അവരവിടെ എത്തും. ശരിയാ, എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ. എന്തിനാണ് അവർ കുട്ടിയെ കൊല്ലാൻ നോക്കുന്നത്? അവർക്ക് എന്താണ് വേണ്ടത്? പറയൂ, എന്താണ് സംഭവം?
Hi Ashwini, what are you doing here? Shyama is serious. She's admitted here. What? It's an attempted suicide. My God! ഞാൻ തീർത്തും ഞെട്ടിപ്പോയി. മദ്രാശിയിലെത്തിയത് മുതൽ എന്റെ ഗൈഡും ഫിലോസഫറും എല്ലാമായിരുന്നു എന്റെ കൂട്ടുകാരി ശ്യാമ. അവളെപ്പോലെ ധൈര്യവും വിവേകമുള്ള ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ഇത് നേരാണോ മാഡം? ശബ്ദം ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് വരൂ. ശ്യാമ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇത് കട്ടിലേക്ക് കീഴ്ന്ന് കിടച്ചത്. She'll be all right. You can go in. Good morning, Miss Sujata. I am Uncle here. How are you? Fine, sir. By the by, ഫ്രണ്ടിന് എങ്ങനെയുണ്ട്? She's better. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ? ഈ ഹോസ്പിറ്റലിലെ എന്ത് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. Thank you very much. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. Your friend is doing fine. Don't worry. നിനക്ക് എന്താ പറ്റിയത്? എന്ത് പ്രശ്നം ഉണ്ടായാലും ജീവിച്ചുകൊണ്ട് വേണം പരിഹാരം കാണാനെന്ന് തത്വം പറയാറുള്ള നീ എന്നോട് പോലും പറയാത്ത രഹസ്യങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ ശ്യാമ നീ ഈ കടുങ്കൈ ചെയ്തത്? നീ ആ വാതിൽ കുറ്റിയിട്. എന്നെപ്പറ്റി മുൻപുണ്ടായിരുന്ന നിന്റെ ധാരണയൊന്നും തിരുത്താറായിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ ഞാനൊരു മണ്ടിയല്ല. ശ്യാമ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു എന്നത് നേരാണ്. പക്ഷേ അതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റിന്റെ സത്യാന്വേഷണത്തിന്റെ ആവേശമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടാനുള്ള തന്ത്രമായിരുന്നു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള സ്കാൻഡൽസ് ആണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. പിന്നെയും അവളെന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഡോക്ടർ രവിയുമായുള്ള അടുപ്പമാണ് വെറും സ്കാൻഡൽസായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്താൻ അവളെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ അങ്കിളായ ഈ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പീറ്റർലാലിനെ കുറിച്ചായിരുന്നു ശ്യാമയുടെ പരാമർശം. പീറ്റർലാൽ ബോംബെ അധോലോകത്തായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ലക്ഷപ്രഭുവായി. ഈ ഹോസ്പിറ്റലടക്കം ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയായി. ഡോക്ടർ സ്വാമിനാഥനെ പോലുള്ളവരുടെ സഹായത്തോടെ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവർ അന്യായമായി ഓപ്പറേഷന് വിധേയമാക്കി അവരുടെ ആന്തരാവയങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കുന്ന ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുകയാണെന്ന്. ഒരിക്കലും ഞാനിതൊന്നും വിശ്വസിക്കില്ലെന്ന് അവളോട് തീർത്തു പറഞ്ഞു. അപ്പോ എനിക്ക് ഭ്രാന്താണോ? സുജാതെ, സത്യം എന്തെന്ന് ഒരു ദിവസം ഞാൻ നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്താം. വേണ്ട. പീറ്റർലാൽ എന്ന മനുഷ്യനെ പറ്റി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നല്ലോ. ഹീസ് എ ജെം ഓഫ് എ പേഴ്സൺ. നോ, ഹീസ് എ ഡേഞ്ചറസ് മാൻ.